ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞ പുതിയൊരു ടോപ്പിക് ആണ് പഠിക്കാൻ വേണ്ടി ആ പേര് ഇൻവെന്ററി കൺട്രോൾ. ലാസ്റ്റ് ക്ലാസ്സിൽ വി ഡിസ്കസ്ഡ് അബൌട്ട് സ്റ്റോർ മാനേജ്മെന്റ്. ഒരു സ്റ്റോർ എങ്ങനെ മാനേജ് ചെയ്യാം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ. സിരാഗ് സിരാഗ് പറഞ്ഞേ എന്തൊക്കെ ടൈപ്സ് ഓഫ് സ്റ്റോർ ആണ് ഉള്ളത്. സിരാഗ് ടെൽ മീ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ. മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു സിരാഗ്. ഹലോ സാർ. പറയും എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോർ ആണ് ഉള്ളത്. സ്റ്റോർ ടൈപ്പ് ഓഫ് സ്റ്റോർ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ഓഫ് സ്റ്റോർ ആണ് ചർച്ച ചെയ്തത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോർ ആണ് ഉള്ളത്. അക്കോർഡിംഗ് ടു PWD വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ? മെറ്റൽസിന്റെ ഉണ്ടാവും, അങ്ങനെയല്ലേ സാർ? അതെ, റോഡ് മെറ്റൽസിന്റെ ഒരു സ്റ്റോർ. ബാക്കി വാട്ട് ആർ ദ അതർ ടൈപ്പ്? സിമെന്റ്, അതൊന്നല്ല, സ്റ്റീല്, സിമെന്റ് സ്റ്റീൽ അങ്ങനെ. ഒന്നല്ല. 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വാട്ട് ആർ ദ 4 ടൈപ്പ് ഓഫ് സ്റ്റോർ? സാർ ഓർമ്മയില്ല സാർ. വൈ നീ എന്താ പഠിക്കാതെ? വൈ ആർ നോട്ട് സ്റ്റഡി? മറന്നുപോയി. നീ പഠിക്കില്ല, നീ പരീക്ഷക്ക് തലേന്ന് മാത്രം പഠിക്കുന്ന വ്യക്തിയാ. എല്ലാരും പറയുന്ന കാര്യം. നീ ഉത്തരം കേട്ടോ? അതുൽ രാജ്, നീ മ്യൂട്ട്. അതുൽ രാജ് പറയും ഉത്തരം. ചെക്കൻ ഉത്തരം പറഞ്ഞോ? അതുൽ രാജ് പറയടാ, പറഞ്ഞു കൊടുത്ത ഉത്തരം. അതുൽ രാജ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ? സ്റ്റോർ എന്തൊക്കെ ടൈപ്സ് ആണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്? ഓർമ്മയില്ല. ഇതാണ് ഇനി അടുത്ത്. നീ മറ്റേ എന്താ പറയണ്ടത്, മ്യൂട്ട് ചെയ്തോ. നെക്സ്റ്റ്, ശ്രീഷ്ണ SR, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർസ്? SR, ശ്രീഷ്ണ SR, എന്താണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്? കേൾക്കുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. എന്തൊക്കെയാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർസ്? കേൾക്കുന്നുണ്ട്, വളരെ ഭംഗിയായി കേൾക്കുന്നുണ്ട്. യെസ്, പറയൂ. ടൂൾസ് ആൻഡ് പ്ലാന്റ്സ് അതാണോ? റോഡ്, മെറ്റല്, പിന്നെ മെറ്റീരിയൽ ചാർജ് ഡയറക്ട്ലി ടു വർക്ക്സ്, അതൊക്കെയാണോ? ഓക്കെ, യെസ്, ഗുഡ്. അതിൽ മുക്ത രഞ്ജിത്ത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്ത രഞ്ജിത്ത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബ്രിക്സ്, അഗ്രിഗേറ്റ്സ് അതെല്ലാം വെക്കുന്നില്ലേ? ഓക്കെ, ബ്രിക്ക്, അഗ്രിഗേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് സ്റ്റോക്ക് അല്ലെ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കും. ഓക്കെ മുക്ത കിട്ടിയതോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സാധനം ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞത് ആണ്. ആരോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആരോ ഒരാള്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇൻവെന്ററി കൺട്രോൾ ആണ്. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ നിങ്ങളുടെ സിലബസ് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോർ മാനേജ്മെന്റ് ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ഇതിന്റെ അണ്ടറിൽ വരുന്നത് എന്താണ് ഇൻവെന്ററി എന്നത്? വാട്ട് ഈസ് ആൻ ഇൻവെന്ററി? ഒരു സ്റ്റോർ, വലിയൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഇങ്ങനെ ഡേ ടു ഡേ വർക്കെല്ലാം നടക്കുമ്പോൾ അതിന് റോ മെറ്റീരിയൽസ് വേണ്ടേ? എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? ബ്രിക്ക് വേണം, അഗ്രിഗേറ്റ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ഇപ്പോ ബ്രിക്ക് കഴിഞ്ഞിട്ട് ഒരു ലാഗ് വരാൻ വേണ്ടി പാടില്ല അല്ലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽസ് കണ്ടിന്യൂസ് സപ്ലൈ വേണം. എന്നാൽ മാത്രമേ ഒരു കമ്പനി എന്താ പറയണത്, നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എൻ ഇൻവെന്ററി? ആദർശ് ആൻഡ് പ്രകാശ്, വാട്ട് ഈസ് എൻ ഇൻവെന്ററി? ആദർശ് ആൻഡ് പ്രകാശ്, വാട്ട് ഈസ് എൻ ഇൻവെന്ററി? എന്താണ് ഇൻവെന്ററി പറഞ്ഞാൽ? ആദർശ് ആൻഡ് പ്രകാശ്, ആവശ്യമുണ്ടോ? ആദർശ് ആൻഡ് പ്രകാശ്, എന്താണ് ആദർശ ഇൻവെന്ററി? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ആദർശ വായിക്കൂ. ആദർശ്, കേൾക്കാം ആദർശ്, കേൾക്കാം. യെസ്, കേൾക്കാം. ഒന്നും കൂടെ നീ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തുന്നില്ല. നെറ്റ് പ്രശ്നമുണ്ടാ? ആദർശ്, ഓക്കെ. ആദർശിന് നെറ്റ് പ്രശ്നമുണ്ട് തോന്നുന്നു. നമുക്ക് ആരാണ് പറയുന്നത്? നെക്സ്റ്റ് ആദർശ് കഴിഞ്ഞാൽ വേറെ ആരാ ഉള്ളത്? വിഷ്ണു TK പറഞ്ഞ. വിഷ്ണു TK പറയട്ടെ, എന്താണ് ഇൻവെന്ററി?
വിഷ്ണു ടി കെ. സാറേ കേൾക്കുന്നുണ്ടാ? ആ കേൾക്കുന്നു, നല്ല വൃത്തി കേൾക്കുന്നു. ഹലോ. ആ പറഞ്ഞോ, നല്ല വൃത്തി കേൾക്കുന്നു. സ്റ്റോക്ക് ഓഫ് ഐറ്റംസ് ആ. kept to meet future demand. അങ്ങനെ പറഞ്ഞ എന്താണ്? സ്റ്റോക്ക് ഓഫ് ഐറ്റംസ് കെപ്റ്റ് ടു ഡിമാൻഡ്. ഭാവി കാര്യങ്ങൾക്ക് ആയിട്ട് ആ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വെക്കുന്നത്, യെസ്, സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതന്നെ, അത്രേ ഉള്ളൂ. മ്യൂട്ട് ചെയ്തു, വളരെ കറക്റ്റാണ്. അപ്പൊ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന സംഭവങ്ങളാണ് ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സംഭവങ്ങളാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇവനൊക്കെ മെസ്സേജ് ഇവയൊന്നുമില്ല, അവനില്ല, ഐറ്റത്തിലൊന്നുമില്ല, മത്സരത്തിലൊന്നുമില്ല. എന്റെ എല്ലാ അവസ്ഥ എന്താണാവോ, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. പിള്ളേരോട് ക്ലാസ്സാ നടക്കട്ടാ, കൊറേ ലാഗ്. അപ്പൊ ഓക്കെ, നമുക്ക് റെസ്യൂം ചെയ്യാം. അപ്പൊ എന്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്? നമുക്ക് രഞ്ജിത്ത് ഉണ്ടോ? രഞ്ജിത്ത് പറഞ്ഞ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്? രഞ്ജിത്ത്, ടെൽ മീ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻവെന്ററി? രഞ്ജിത്ത് ഇല്ലെങ്കിൽ പ്രതുല പറഞ്ഞോ. പ്രതുല, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്? പ്രതുല, ഈസ് ഇറ്റ് ഓഡിബിൾ? പ്രതുല, പ്രതുലക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? പ്രതുല, സ്വരാഗിന് കേൾക്കുന്നുണ്ടോ? സ്വരാഗ്, ഓക്കെ. ഇതെന്താ ആരും മിണ്ടാത്തത്? എല്ലാം കേൾക്കുന്നില്ല. സ്വരാഗ് എവിടെ പോയത്? സ്വരാഗിന് ആബ്സെന്റ് ആ? സ്വരാഗ് ഇല്ല അല്ലെ? നിങ്ങളൊന്നും പറയണ്ട, അതിൽ മിണ്ടാതെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, എല്ലാരും ഞാൻ വിളിക്കട്ടെ. വെയിറ്റ്. ഹലോ സാർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ സ്വരാഗെ? ആ പ്രതുല ഉണ്ട് ഇതിൽ. പ്രതുല, നീ വേണ്ട. പ്രതുല ഉണ്ടോ? അർജുൻ ഓക്കെ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ട് ഇതിൽ? ഇല്ല, ഓനെ അറ്റൻഡൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാ എന്തായാലും. ഇനി ഓൻ പഠിക്കണ്ട. അർജുൻ ഓക്കെ ഇല്ല അല്ലെ? അർജുൻ ഞാൻ സ്ഥിരം ഈ അടക്കം കൂടെ വിളിച്ചു പറഞ്ഞു ക്ലാസ്സിൽ കയറണം. ഇവൻ മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ കയറാതെ, ബാക്കി എല്ലാ കുട്ടികളും ക്ലാസ്സിൽ കയറും. യദു ഉണ്ടോ ക്ലാസ്സിൽ? യദുകൃഷ്ണൻ ഇല്ല. യദുകൃഷ്ണൻ ഇല്ല അല്ലെ? അർജുന് നെറ്റ് ഇല്ല. അവന്റെ അച്ഛനും അമ്മയെല്ലാം വളരെ സപ്പോർട്ടാണ്, നെറ്റ് എല്ലാം കൊടുക്കും. വെറുതെ ഈ കളവ് പറയല്ലേ, നെറ്റില്ലാലോ. പണിക്ക് പോകുന്നില്ല, പിന്നെ അങ്ങനെ നെറ്റില്ലാണ്ട് നെറ്റ് അത്ര വലിയ അവന്റെ അച്ഛനെല്ലാം വളരെ ഡീസന്റ് മനുഷ്യനാണ്. അയാൾ പറഞ്ഞ എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങളല്ലേ വേണ്ടാത്ത തട്ടിപ്പ് പറഞ്ഞു. നെറ്റ് ചെയ്യാനെന്ന പണിയില്ലേ? ഒരു മാസം 200 രൂപ ഉണ്ടാവില്ല. അവൻ ഇത്തിരി പണിക്കൊന്നും ഒരു മാസം 100 രൂപ ഉണ്ടാക്കാനില്ല. നെറ്റില്ലെങ്കിൽ പറയണം, നെറ്റില്ല ഞാൻ ചാർജ് ചെയ്ത് കൊടുക്കാമല്ലോ. അവന് അത്രയും താല്പര്യമില്ല പഠിക്കാൻ. രാഷ്ട്രീയ ശമ്പളം ഫ്രീ ആയിട്ട് പാസ്സാക്കി, അതുപോലെ പാസ്സായി പോകില്ല വെറുതെ മേടിച്ചിട്ട്. മഞ്ജു ഉണ്ടാ? മഞ്ജു പറഞ്ഞു. മഞ്ജുവിനൊന്നും കാണുന്നില്ല. എന്നാ മഞ്ജു ഇൻവെന്ററി മാനേജ്മെന്റ് പറഞ്ഞാല് മഞ്ജുവിലും ഉണ്ടാ? ഇല്ലേ? അനഘയുണ്ട്? അനഘ മഞ്ജുവിന്റെ സൈഡിൽ ഇരിക്കുന്ന അനഘ പറഞ്ഞു. വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്?
How many units to order, when to order. ഓക്കെ. അതാണ് എത്ര യൂണിറ്റ്സ് ഓർഡർ ചെയ്യണം, അതുപോലെ എപ്പോൾ ഓർഡർ ചെയ്യണം. സ്റ്റോക്ക് തീർന്നവരെ കാത്തുനിന്നിടാം. സ്റ്റോക്ക് തീർന്നവരെ കാത്തുനിന്ന് എന്താവും, വർക്ക് ഡിലേ ആവും. ഒരു വർക്ക് ഡിലേ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ യൂണിറ്റ്സ് ഓർഡർ ചെയ്യണം. അപ്പോൾ ഒരു ഇൻവെന്ററിയിലെ കോമ്പണൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് എൻ ഇൻവെന്ററി? എന്തൊക്കെയാണ് ഒരു ഇൻവെന്ററിയുടെ കോമ്പണൻസ്? ആരാ വായിക്കുന്നത് ഇൻവെന്ററിയുടെ കോമ്പണൻസ്? നെക്സ്റ്റ് ഹു ഈസ് ഗോയിങ് ടു റീഡ്? ഷിമില മനോഹരൻ വായിക്കട്ടെ. ഇപ്പൊ വന്നത് ഷിമില മനോഹരൻ, ലൈറ്റ് കമർ ആണ്. ഷിമില മനോഹരൻ വായിക്കാം. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് എൻ ഇൻവെന്ററി? ഷിമില. Raw materials, purchased parts, work in process, partially completed product WIP, items being transported, tools and equipment. ഓക്കെ ഓക്കെ ഓക്കെ. ഈ അർജുൻ ഒക്കെ എന്നോട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറയണം അർജന്റായിട്ട് കേട്ടോ. അർജന്റായിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ലീഡർ ആരാന്ന് വിളിച്ചിട്ട് മനൂപ് സാറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ. അപ്പോൾ കോമ്പണൻസ് ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞത് റോ മെറ്റീരിയൽസ് ആണ്, പർച്ചേസ്ഡ് പാർട്സ്, അതായത് അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്, അതൊക്കെ ഇൻവെന്ററി പെടുന്ന അതൊക്കെയാണ് റോ മെറ്റീരിയൽസ്. ഒരു വസ്തു ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്, പർച്ചേസ്ഡ് പാർട്സ്. നിങ്ങൾ കാറിനെ ഇത് നമ്മളെല്ലാം പഠിക്കുന്നത് ഇൻവെന്ററി എന്നൊക്കെ പറഞ്ഞത് എല്ലാ കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഒരു കാർ ഉണ്ടാക്കുന്നത്, മൊബൈൽ ഇൻഡസ്ട്രി എല്ലാത്തിലും പെടും. ഒരു മൊബൈൽ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്, അതിന്റെ പാർട്സ്, അതിന്റെ വർക്ക്സ് ഇൻ പ്രോസസ്സ്, എന്തെല്ലാം പിന്നെ എന്താ പറയേണ്ടത്, എന്തൊക്കെ പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്നത്, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം, പിന്നെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇതെല്ലാം ഇൻവെന്ററിയുടെ കോമ്പണൻസ് ആണ്. എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ പല തരത്തിലുള്ള വസ്തുക്കളാണ്. വർക്ക് ഇൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാർഷ്യലി കംപ്ലീറ്റഡ് ആയ പ്രൊഡക്ട്സ് ആണ്. പാർഷ്യലി കംപ്ലീറ്റഡ് പ്രൊഡക്ട്സ് ആണ്. ഇത് പകുതി കംപ്ലീറ്റ് ചെയ്ത പ്രൊഡക്റ്റ്. അപ്പൊ ഇതൊക്കെ എന്താണ്, വസ്തുക്കളാണ്, എല്ലാം വസ്തുക്കളാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെന്ററിയുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം. അതിന്റെ വസ്തുക്കൾ വ്യക്തമായിട്ട് കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പോൾ വെജിറ്റബിൾസ് നമ്മൾ എത്ര മേടിച്ചു നോക്കും, വെജിറ്റബിൾസ് പയർ എത്ര മേടിച്ചു നോക്കും, ഒരു മാസത്തേക്കുള്ള പയർ വീട്ടിൽ മേടിച്ചു നോക്കും, എല്ലാവരും വീഡിയോ പോയിട്ട് മേടിച്ചു നോക്കും. അപ്പം അവിടെ നമ്മൾ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ആ പയർ എന്ന് പറഞ്ഞ വസ്തുവിനെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മാനേജ് ചെയ്യുന്നു. അത് എത്ര ദിവസം നിൽക്കും, നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാർ എണ്ണമുണ്ട്. അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലും ഇവിടെ പയറായിരിക്കില്ല, അതിന് പകരം ബ്രിക്കോ കല്ലല്ലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടൊരു പയറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളെ വീട്ടിൽ പയർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അരി വാങ്ങുമ്പോൾ നമ്മൾ എത്ര ദിവസത്തേക്ക് വാങ്ങണം, എത്ര വാങ്ങണം, അത് ഇത്ര ദിവസം കഴിഞ്ഞാൽ അത് എത്ര ദിവസം കഴിഞ്ഞാൽ മോശമാവും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു നിശ്ചിത ഇൻവെന്ററി തന്നെ. പയർ എന്ന് പറഞ്ഞ ഒരു ഇൻവെന്ററിയാണ്. അതുപോലെ കൺസ്ട്രക്ഷനിലെ ഒരു ഇൻവെന്ററിന്റെ പേര് എന്തൊക്കെയാണ്? ബ്രിക്ക് ഒരു ഇൻവെന്ററിയാണ്, സ്റ്റീൽ ഒരു ഇൻവെന്ററിയാണ്. ഇതൊക്കെ ഓരോ ഇൻവെന്ററീസ് ആണ്. അപ്പം വലിയ മൾട്ടിനാഷണൽ പ്രൊജക്ട് നിങ്ങൾ ഗൾഫിലൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇൻവെന്ററി കൺട്രോൾ മാനേജർ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിലത്തെ ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യണം. ഏത് സമയത്ത് നമുക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കണം, എത്ര മാത്രം സ്റ്റോർ ചെയ്യണം, അത് നമ്മളെ വീട്ടിലില്ല പോലെ നമ്മുടെ കമ്പനിയിൽ ചിന്തിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ലൊക്കേഷൻ, സ്റ്റോറേജ്, റെക്കോർഡിംഗ് ആൻഡ് അക്കൗണ്ടിങ് ഓഫ് ഇൻവെന്ററി. നമ്മുടെ കയ്യിൽ എത്രയുണ്ട് അത് റെക്കോർഡിങ്, അതുപോലെ അതിന്റെ അക്കൗണ്ടിങ്. ചില വലിയ നമ്മൾ കാണേണ്ടത് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ചിത്രമാണ്. ഗൾഫിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലാവും. എവിടെ ലൊക്കേഷൻ, സ്റ്റോറേജ് ചെയ്യാൻ എത്ര സ്പേസ് ഉണ്ട്, നമ്മുടെ അടുത്ത് ഇനി ഇപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിനാണ്. അതുപോലെ ഹെൽപ്സ് ടു സപ്ലൈ ദ ഇൻവെന്ററി ടു ഡിഫറെന്റ് പാർട്സ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയാലും 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഡിപ്പാർട്ട്മെന്റ്, MEP ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഇതെല്ലാം കൺസ്ട്രക്ഷന്റെ ഓരോ ഭാഗങ്ങളാണ്. ഇത് കൂടാതെ കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്ര മെറ്റീരിയൽ സപ്ലൈ ചെയ്യണം, മെക്കാനിക്കലിന് എത്ര സപ്ലൈ ചെയ്യണം, ഇലക്ട്രിക്കലിന് എത്ര, പ്ലംബിങ്ങിന് എത്ര, ഓരോ ഇൻവെന്ററി സ്റ്റോർസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെന്ററിനെ വ്യക്തമായി കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ കീപ്പ് എ റെക്കോർഡ് ഓഫ് ഇൻവെന്ററി ഇഷ്യൂഡ് ടു കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ എത്രയാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ഇപ്പോൾ എത്ര ചാക്ക് സിമെന്റ് കൊടുത്തു, എത്ര വയർ ചെയ്യാനുള്ള എത്ര പൈപ്പ് നമ്മൾ ഇഷ്യൂ ചെയ്തു, അതിൻ്റെയൊക്കെ കറക്റ്റ് കണക്ക് നമുക്ക് വേണം. അതൊക്കെ ഇൻവെന്ററി കൺട്രോളിന്റെ ഭാഗം. പ്രൊവൈഡ്സ് പ്രോംപ്റ്റ് ആൻഡ് പ്രോപ്പർ സർവീസ് ടു ഓൾ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരു വ്യക്തമായ ഒരു പ്രോപ്പർ സർവീസ് കൊടുക്കുക എന്നുള്ളത് അത് ഇൻവെന്ററി കൺട്രോളിന്റെ ഭാഗമാണ്. പിന്നെ
ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഇൻവെന്ററീസ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. അതുപോലെ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് കൂടി ഉണ്ട്. അതായത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചാക്ക് സിമെന്റ് നമ്മളിപ്പോൾ ഹോൾസെയിൽ വാല്യൂഡ് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പൈസക്ക് ഏറ്റവും നല്ല സാധനം കമ്പനി പർച്ചേസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇൻവെന്ററി കൺട്രോൾ മാനേജർ അവർ ശ്രദ്ധിക്കണം. കുറഞ്ഞ പൈസക്ക് ഏറ്റവും നല്ല സാധനം, എന്നാൽ മാത്രമേ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, MNC ആണ്. അല്ലാതെ വെറി ചെറിയ നമ്മുടെ കോളേജത്തെ ചെറിയ കരാറുകാരനല്ല, വലിയ കൺസ്ട്രക്ഷനിലൊക്കെയാണ് ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻസ്. ബൈഫോക്കേറ്റ്സ് ഹൈ വാല്യൂ ആൻഡ് ലോ വാല്യൂ സ്റ്റോക്ക് ഓഫ് ഗുഡ്. അതായത് എപ്പോഴും ഹൈ വാല്യൂ നല്ല വാല്യൂ ഉള്ളതും അതുപോലെ വാല്യൂ കുറഞ്ഞായ ഗുഡ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഗ്യാസ് പറഞ്ഞാൽ ഹൈ വാല്യൂഡ് ആയ സാധനം, പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സാധനമാണ് ഗ്യാസ്. അതുപോലെ ലോ വാല്യൂലെ സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണം എന്ന് വെച്ചാൽ മുട്ട് സൂചി, നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല, എണ്ണം കുറച്ച് കുറയുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈ വാല്യൂ ഗുഡ്സും ഉണ്ടാവും, ലോ വാല്യൂ ഗുഡ്സും ഉണ്ടാവും. 2 റുപ്യ കിട്ടുന്ന സാധനം ഉണ്ടാവും, എന്നാൽ 870 റുപ്യ കിട്ടുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. ഏത് കൂടുതൽ സ്റ്റോക്ക് ചെയ്യേണ്ടത്, ഏതാ കുറച്ചൊരു ഗ്യാസ് കുറ്റി കഴിയുമ്പോൾ അടുത്ത ഗ്യാസ് കുറ്റി വേണം. വാല്യൂ കൂടിയാലും അതിന്റെ എണ്ണം കുറഞ്ഞാലും അത് ആവശ്യമാണ്, വാല്യൂ കൂടിയ സാധനമാണ്. അവോയ്ഡ്സ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. ഓവർ സ്റ്റോക്കിംഗ് ചെയ്യാൻ പാടില്ല, അണ്ടർ സ്റ്റോക്കിംഗ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞൊരു ഗ്യാസ് കുറ്റി കഴിഞ്ഞാൽ അടുത്ത ഗ്യാസ് കുറ്റി ആടെ ഉണ്ടാവണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം അവിടെ രാവിലെ ചായ തിളക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതുപോലെ ഓവർ സ്റ്റോക്കിംഗ് പാടില്ല. ഇപ്പോൾ കൊറോണയാന്ന് വെച്ചിട്ട് ഫുള്ള് പച്ചക്കറി മൊത്തം ഒരു മാസത്തെ പച്ചക്കറി മേടിച്ചിട്ട് ഒരു ദിവസം കൊണ്ടുവച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ചീഞ്ഞു പോകും, ഇല്ലേ? അപ്പൊ ഇൻവെന്ററി കൺട്രോൾ വളരെ വളരെ അത്യാവശ്യം, നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ ഫീൽഡിൽ പോയാലും വളരെ വളരെ ആവശ്യമാണ്. ഒരു സ്റ്റോറിൽ എത്രമാത്രം സ്റ്റോർ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഇൻവെന്ററി കൺട്രോൾ എന്ന യഥാർത്ഥത്തിൽ ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ്. ഇറ്റ്സ് എ പ്ലാൻഡ് അപ്രോച്ച് ഓഫ് ഡിറ്റർമിനിങ് വാട്ട് ടു ഓർഡർ, വെൻ ടു ഓർഡർ, ഹൗ മച്ച് ടു ഓർഡർ, ഹൗ മച്ച് സ്റ്റോക്ക്. എപ്പോ ഓർഡർ ചെയ്യണം, എന്ത് ഓർഡർ ചെയ്യണം, എത്ര മാത്രം ഓർഡർ ചെയ്യണം, എത്ര മാത്രം ശേഖരിക്കണം. ഓക്കെ, ഓർഡർ ചെയ്തപാട് നമുക്ക് സാധനം കിട്ടൂല. ഇപ്പൊ ആമാസം കൊണ്ട് നമ്മൾ ഒരു സാധനം ഇന്ന് ഓർഡർ ചെയ്തു, ഇന്ന് വൈകുന്നേരമത്തെ സാധനം കിട്ടാന്ന് വെച്ചാൽ കിട്ടുക ഇല്ല, 2 ദിവസം എടുക്കും, അല്ലെ? അപ്പൊ ആ ഒരു ഓർഡർ ചെയ്യുന്നതും ഒരു സ്റ്റോക്ക് ആ ഒരു എത്തുന്നതും തമ്മിൽ ഒരു ലാഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എപ്പോഴും സ്റ്റോർ മാനേജറിനോ അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജറിനോ. കോസ്റ്റ് അസോസിയേറ്റഡ്, നമ്മൾ ഓഫർ വരുമ്പോൾ വാങ്ങുന്നില്ലേ, അതുപോലെ ഓഫർ വരുമ്പോൾ അവരും മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം, എന്നാൽ മാത്രമേ കമ്പനിക്ക് ലാഭം ഉണ്ടാവും. പൈസ വലിയ പാരാമീറ്ററാണ്. കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ബൈയിങ് ആൻഡ് സ്റ്റോറിംഗ് ആർ ഒപ്റ്റിമൽ വിത്തൗട്ട് ഇന്ററപ്റ്റിംഗ് ദ കൺസ്ട്രക്ഷൻ. ഇൻവെന്ററി കൺട്രോൾ ബേസിക്കലി ഡീൽസ് വിത്ത് 2 പ്രോബ്ലംസ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ 2 പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഹൗ ഷുഡ് ആൻ ഓർഡർ ബി പ്ലേസ്ഡ്. എങ്ങനെയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്? ഹൗ മച്ച് ഷുഡ് ബി ഓർഡർ, എത്ര ഓർഡർ ചെയ്യണം, ഏത് ലെവലിലാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്, അത് ഒന്നാമത്തത്. ഇപ്പൊ എല്ലാം തീർന്നിട്ട് നമ്മളിപ്പോ ഗ്യാസ് കുറ്റി കഴിഞ്ഞിട്ട് ഗ്യാസിന് ഓർഡർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഗ്യാസ് കുറ്റി തീരുന്നതിന് 2 ആഴ്ച മുന്നേ എന്ത് ചെയ്യണം, ഗ്യാസ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് കിട്ടൂല, ചായ കിട്ടൂല. അതേപോലെ തന്നെയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. ബ്രിക്ക് കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ബ്രിക്ക് ഓർഡർ ചെയ്തിട്ട് അത് എത്ര ഓർഡർ ചെയ്യണം, എത്ര ഗ്യാസ് കുറ്റി 2 ഓർഡർ ചെയ്യണോ, 1 ഓർഡർ ചെയ്താൽ പോരെ, മതി. ഓ അത് അത്ര ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെയാണ് പിന്നെ എന്താ പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. നമ്മളെല്ലാം നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി വേണം പഠിക്കാൻ വേണ്ടി, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. Inventory analysis is the process of understanding the stock or product mix combined with the knowledge of the demand for stock product. It is the technique to determine the optimum level of inventory for a firm. So, ഒരു ഒപ്റ്റിമം ലെവൽ, ഏത് ലെവലിലാണ് നമ്മൾ ഇൻവെന്ററി കീപ്പ് ചെയ്യേണ്ടത്, ആ ഒരു ടെക്നിക്ക്, എത്ര മാത്രം സ്റ്റോർ ചെയ്യണം, എത്ര ഓർഡർ ചെയ്യണം, ഏത് ലെവലിൽ ഓർഡർ ചെയ്യണം, ആ ഒരു ടെക്നിക്കിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻവെന്ററി എന്താ പറയുന്നത്, അനാലിസിസ് ചെയ്താൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ. ഇൻവെന്ററി അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്, സയന്റിഫിക് പ്രോസസ് ആണ്. അപ്പോൾ അത് ചില കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സ്റ്റോക്ക്, അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി ഇത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം തന്നെയാണ് ഇൻവെന്ററി അനാലിസിസ്. നടക്കുന്നോ ഇത് കഴിയൂല, വേറെ ക്രിസ്ത്യാനോട് നടക്കാൻ. An inventory analysis is a process of comprehending the mix of a business products while being aware of the demand for certain process. എന്താണ് inventory analysis എന്ന് പറഞ്ഞാൽ? A process of comprehending the അല്ല, എനക്ക് എടുത്ത് തീരും തോന്നില്ല ഇത്. എന്താ ഓക്കെ ഓക്കെ. അപ്പോൾ an inventory analysis the process of മക്കൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. It's a process of comprehending the mix of business product while being aware of the demand for a certain product.
അപ്പൊ ചില പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാവും എന്നറിയാം. എന്നാലും ഇറ്റ്സ് എ ബിസിനസ് ഓഫ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കോംപ്രിഹെൻഡിങ് ദ മിക്സ് ഓഫ് ബിസിനസ് പ്രൊഡക്ട്സ് വൈൽ ബീയിങ് അവെയർ ഓഫ് ദ ഡിമാൻഡ് ഫോർ സർട്ടൻ പ്രൊഡക്റ്റ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചില പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ബിസിനസ് പ്രൊഡക്റ്റിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻവെന്റ്. When running a business, it is important for manager to practice a periodic inventory analysis to have a better inventory. നമ്മൾ എപ്പോഴും ഇൻവെന്ററി അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യണം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞ എപ്പോഴും ഒരു MNC ഒരു ഇൻവെന്ററി മാനേജേഴ്സ് ഉണ്ടാവും, ഒരു ടീം ഉണ്ടാവും. അവരെപ്പോഴും ഇൻവെന്ററി അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് ഇതൊരു ഞാൻ പറഞ്ഞൊരു കാൽക്കുലേഷൻ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നോർമലി ഇന്ന് ബിസിനസ് വേൾഡിൽ ഉപയോഗിക്കുന്ന ABC അനാലിസിസ്, അതുപോലെ VED അനാലിസിസ്, SDE അനാലിസിസ്, MNG അനാലിസിസ്, FSN അനാലിസിസ്, HM, ഇതെല്ലാം ഇൻവെന്ററി ടൈപ്സ് ഓഫ് ഇൻവെന്ററി, ഗോൾഫ് അനാലിസിസ്, SOS അനാലിസിസ്, ഇതൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന വളരെ ഫേമസ് ആയ മെത്തേഡ്സുകളാണ്. ഇൻവെന്ററി കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സയന്റിഫിക് ആയ മെത്തേഡ്. നിങ്ങളുടെ സിലബസ് പറഞ്ഞിട്ടുള്ളത് ഇത് 2 മെത്തേഡാണ്, ഒന്ന് ABC, ഒന്ന് VED. ഇത് മാത്രം മാഷ് പരാമർശിക്കും, ബാക്കിയൊന്നും ടച്ച് ചെയ്യില്ല. ബാക്കി വേണ്ടവർ പഠിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചിരുന്നു, ഇപ്രാവശ്യം ഞാൻ പഠിപ്പിക്കുന്നില്ല, ആവശ്യമില്ല. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ പെരട്ടോ ലോ എന്ന് പറഞ്ഞ ഒരു ലോ ആണ്. പെരട്ടോ ലോ പറഞ്ഞത് ഒരു ലാർജ് ഗ്രൂപ്പ് എടുത്താൽ, ഒരു ക്ലാസ് സിമ്പിൾ ആയിട്ട് ഒരു ക്ലാസ് എടുത്താൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ജീവിതത്തിൽ നമ്മളിപ്പോൾ കുറെ കുട്ടികളെ പഠിപ്പിച്ചാൽ നമുക്ക് നല്ല നന്മ കിട്ടുന്ന കുട്ടികളുണ്ടാവും. പിന്നെ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു ഗുണമില്ലാത്ത ടീം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് തന്നെ എടുത്താൽ അതിലത്തെ ഇൻവെന്ററീസിന് എടുത്താൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ ഇപ്പം പറഞ്ഞു, നമ്മുടെ വീട്ടിലെടുത്താൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പം നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ സാധനം. ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോ അതില്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത, പിന്നെ മറ്റെന്താണ് അതില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ 2 സാധനമാണ് പെരട്ടോ പറഞ്ഞത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ABC ക്ലാസിഫിക്കേഷൻ എന്നൊരു ക്ലാസിഫിക്കേഷൻ. നമ്മുടെ മെറ്റീരിയൽസിനെ, റോ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഇൻവെന്ററിനെ 3 ആയിട്ട് ക്ലാസ് ചെയ്യും. അതായത് ABC ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് അതിന്റെ പൈസയും അതിന്റെ വോളിയും അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഏത് പ്രൊജക്ട് എടുത്താലും, ഏത് മൾട്ടിനാഷണൽ പ്രൊജക്ട് എടുത്താലും അവിടെ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്നിട്ട് 3 ക്ലാസിഫിക്കേഷൻ. ക്ലാസ് A മെറ്റീരിയൽസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവ ഇപ്പോ എണ്ണം കുറവായിരിക്കും, പക്ഷെ അവരെ വാല്യൂ കൂടുതലായിരിക്കും. എണ്ണം കുറവാണ്, പക്ഷെ വാല്യൂ കൂടുതലാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ ലാബ് എടുത്തു. ഒരു കമ്പ്യൂട്ടർ ലാബ് എടുത്താൽ ഒരു കമ്പ്യൂട്ടർ ലാബ് അല്ല, ഇപ്പോൾ നമ്മുടെ സ്റ്റാഫ് റൂം എടുത്തു. സ്റ്റാഫ് റൂമിൽ 2 കമ്പ്യൂട്ടർ ഉണ്ട്. നമ്മുടെ സ്റ്റാഫ് റൂമിൽ അതിന്റെ എണ്ണം കുറവാണ്. ആ കമ്പ്യൂട്ടർ ഇല്ലാണ്ടാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും, അതിന്റെ വാല്യൂ കൂടുതലാണ്. പക്ഷെ ക്ലാസ് റൂമിൽ അല്ല, അതേ സ്റ്റാഫ് റൂമിൽ തന്നെ കുറെ മുട്ട് സൂചിയും എന്താ പറയേണ്ടത്, കുറെ പിന്നും സ്റ്റാപ്ലറൊക്കെ ഉണ്ട്. എണ്ണം കൂടുതലാണ്, പക്ഷെ അതിന് വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ടൈപ്പുകളുണ്ട്. അപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടറിന്റെ കാര്യം പറയുക ഒന്നാമത്തെ, അത് എണ്ണം കുറവാണ്. 5 മുതൽ 15% വരെ സാധനം ഉണ്ടാവും, പക്ഷെ അതിന്റെ പൈസ നോക്കിയാൽ അതിന്റെ പർച്ചേസ് വളരെ ശ്രദ്ധിക്കണം. എണ്ണം കുറവാണെങ്കിൽ കൂടി കമ്പനിക്ക് വലിയൊരു എന്താ പറയുന്നത്, അതിന്റെ വാല്യൂ അത്രയും കൂടുതൽ. വാല്യൂ എന്ന് പറഞ്ഞാൽ മണിയാണ്. അതിന്റെ പൈസ അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ചിലവാകും. ഇപ്പൊ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം 2 എണ്ണേ ഉണ്ടാവും, പക്ഷെ അതിന്റെ വില ഒന്നിന് 10 ലക്ഷം, 2 എണ്ണത്തിന് 20 ലക്ഷം. ബാക്കിയുള്ള കമ്പ്യൂട്ടർ ലാബിന്റെ ഉള്ളിൽ തിയേറ്റർ ലൈറ്റും ഡമ്മി ലെവലിനും കുറെ എണ്ണമുണ്ട്. അതൊക്കെ എന്താണ് ഈ 2ാമത്തെ ക്ലാസ്സിൽ വേണം ചേർക്കാം. 30% ഓഫ് യൂണിറ്റ്സ് എണ്ണം ഉണ്ട്, പക്ഷെ എന്നാലും വാല്യൂ കുറവാണ്. 15% വാല്യൂ ഉണ്ട്. ഇതിനേക്കാളും കൂടുതൽ എണ്ണം ഉണ്ടാവും, ഇതിന്റെ ഡബിൾ ഉണ്ടാവും. ഇപ്പൊ ടോട്ടൽ സ്റ്റേഷൻ 2 ആയില്ലെങ്കിൽ ഇത് 4 എണ്ണം, 4 അല്ലെങ്കിൽ 5 6 ഉണ്ടാവും ക്ലാസ് B. പക്ഷെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ 80% വാല്യൂ ഉണ്ടെങ്കിൽ 15% മാത്രമേ ഇതിന് വാല്യൂ ഉണ്ടാവും. വില കുറഞ്ഞ സാധനമാണ് രണ്ടാമത്തെ. എണ്ണം കൂടുതൽ ഉണ്ടാവും, പക്ഷെ അതിന്റെ മൂല്യം കുറവാണ്. ക്ലാസ് C എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണം ഉണ്ടാവും. ഒരു മുട്ട് സൂചി 1000 എണ്ണം ഉണ്ടാവും, ഒരു ആണി ഇഷ്ടം പോലെ ഉണ്ടാവും, അതിന്റെ വാല്യൂ വളരെ കുറവാണ്. അതിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ചെറിയ പൈസ കിട്ടും, 1 കിലോക്കെല്ലാം ചെറിയ പൈസ, 100 രൂപക്കെല്ലാം കിട്ടും. പക്ഷെ ഇതോ 2 എണ്ണം ഇല്ലെങ്കിലോ നല്ല കിടിലൻ സാധനങ്ങളായിരിക്കും. അതിന് പൈസ ട്രൗസർ കീറുന്ന രീതിയിൽ വിലയായിരിക്കും. അങ്ങനെ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C. ഗുഡ്സിനെ നമുക്ക് 3 ആയിട്ട്, അല്ലെങ്കിൽ ഇൻവെന്ററി നമുക്ക് 3 ആയിട്ട് ക്ലാസ് ചെയ്യാം. ക്ലാസ് A ഐറ്റംസ്, ക്ലാസ് B ഐറ്റം, ക്ലാസ് C ഐറ്റം. ഇത് പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ABC ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ABC ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 മുതൽ 10 വരെ ഇൻവെന്ററീസ് ഉണ്ട്. ഏത് ഇൻവെന്ററി ആവും, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിക്കോട്ടെ. 1 മെറ്റീരിയൽ, 2nd മെറ്റീരിയൽ, 3rd മെറ്റീരിയൽ, അങ്ങനെ 10 മെറ്റീരിയൽ ഉണ്ട്. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് 60 ആണ്. $60, $350, $30, $80 ഓരോന്നിന്റെയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആനുവൽ യൂസേജ് ആണ് കൊടുത്തില്ല. ആനുവൽ യൂസേജ് എത്രയാണ്? 90 എണ്ണം ഉപയോഗിക്കും, 40 എണ്ണം ഉപയോഗിക്കും, 30 എണ്ണം ഉപയോഗിക്കും,
ആ എണ്ണമാണ് ഇത് കൊടുത്തിട്ടില്ല. ശരി, ഇതിന്റെ കാൽക്കുലേഷൻസ് മാഷ് പറഞ്ഞുതരാം. ഇതിലിപ്പം ഏറ്റവും വാല്യുബിൾ ആയ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഐറ്റം നമ്പർ 9 ആണ്. ഐറ്റം നമ്പർ 9 എടുക്കും. 510 അതിന്റെ യൂണിറ്റ് കോസ്റ്റ്. ഒറ്റ ഒരു സാധനത്തിന് $510 ആണ്. $510 60 ഉപയോഗിക്കണം. 510 60 കൊണ്ട് ഗുണിച്ചാൽ $30,600 കേട്ടോ. 30,600. എല്ലാവരും കാൽക്കുലേറ്റർ ഒന്ന് ഗുണിച്ചു വയ്ക്കും. 510 60 കൊണ്ട് ഗുണിച്ചാൽ 30,600. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ABC ക്ലാസിഫിക്കേഷനിൽ ആദ്യം പാർട്ട് അടയാളപ്പെടുത്തുക. അതിൽ വില കൂടിയ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ഗുണിച്ചതിന് ശേഷം ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാത്തിനും ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഏറ്റവും വാല്യൂ കൂടിയതാണ് 30,600. പിന്നെ എട്ടാമത്തെ ഐറ്റം നമ്പർ 8 320 50 കൊണ്ട് ഗുണിക്കും. 320 50 കൊണ്ട് ഗുണിച്ചാൽ 16,000. എല്ലാം ഇതേപോലെ ഓരോ ഐറ്റം എടുത്തിട്ട് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. ഏറ്റവും വാല്യൂ ഉള്ള സാധനം ഐറ്റം നമ്പർ 9 ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ $30,600 ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഐറ്റം നമ്പർ 7 ഏറ്റവും വില കുറഞ്ഞ സാധനം, വെറും $1,700 മാത്രം. ടോട്ടലി കമ്പനിയുടെ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് ഇത് എത്ര പൈസ വേണം? ഇതെല്ലാം കൂട്ടും. ടോട്ടൽ വാല്യൂ പറഞ്ഞാൽ $85,400 ആണ് കമ്പനിക്ക് പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പെർസെന്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിന്റെ പെർസെന്റേജ് ഓഫ് ടോട്ടൽ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കാം. 30,600 ഹരിക്കണം 85,400 ഹരിക്കണം 100. അപ്പൊ 35.9 കിട്ടും. എങ്ങനെയാണ്? 30,600 ഹരിക്കണം 85,400 ഗുണിക്കണം 100 35.9. അടുത്തത് 16,000 ഹരിക്കണം 85,400 ഗുണിക്കണം 100 18.7. 14,000 ഹരിക്കണം 85,400 ഗുണിക്കണം 100 16.4. ഇങ്ങനെ ഓരോന്ന് കാണാം. ഇതാണ് അതിന്റെ വാല്യൂവിന്റെ പെർസെന്റേജ്. ഓക്കെ, ഈ വാല്യൂവിന്റെ പെർസെന്റേജ് കഴിഞ്ഞാൽ അടുത്ത കാണുന്നത് പെർസെന്റേജ് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ആണ്. പെർസെന്റേജ് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ആദ്യം ടോട്ടൽ ക്വാണ്ടിറ്റി ആനുവൽ യൂസേജ് എത്രയുണ്ട് ഇതെല്ലാം കൂട്ടുക. ഇതെല്ലാം കൂട്ടി ഞങ്ങൾക്ക് 1000 കിട്ടും. കിട്ടും 1000 കിട്ടും. എല്ലാവരും ഒന്ന് കൂട്ടി നോക്കുക. വീഡിയോ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കുക. എല്ലാം കൂട്ടി 1000 കിട്ടും. ഈ 1000ത്തിന് ഐറ്റം നമ്പർ 9 എടുക്കുക. ഐറ്റം നമ്പർ 9ൽ എത്രയാണ്? 60. അപ്പോൾ 60 ഹരിക്കണം 1000 ഗുണിക്കണം 100 ആണ്. 60 ഹരിക്കണം 1000 ഗുണിക്കണം 100 കേൾക്കുക. 2 0 കട്ടാവും, 2 0 കട്ടാവും. 60/10 കിട്ടും. 60/10 പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അതുപോലെ എല്ലാം ചെയ്യുക ഓരോന്നും. ഐറ്റം നമ്പർ 8 ഏതാണ്? 50 ഹരിക്കണം 1000 ഗുണിക്കണം 100 5%. അങ്ങനെ ഓരോ ഇൻവെന്ററിയിലെയും പെർസെന്റേജ് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന കണ്ടുപിടിക്കും. അതിനുശേഷം നിങ്ങൾ സീവ് അനാലിസിസ് ലാഭിച്ചിട്ടുണ്ട്. അതേ രീതി തന്നെയാണ്. സീവ് അനാലിസിസ് എങ്ങനെയാണോ അതേ രീതി തന്നെ. പെർസെന്റേജ് ഓഫ് ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് എങ്ങനെയാണ് എടുക്കുക? ആദ്യത്തെ അതേപോലെ എടുത്തെഴുതുക. പിന്നെ 6 + 5 11, 11 + 4 15, 15 + 9 24, 24 + 6 30, 30 + 10 40, 30 + 18 58. അങ്ങനെ ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കും. ക്യുമുലേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് വെച്ചാൽ ഈ വാല്യൂസിനെല്ലാം നമ്മൾ ഒരുമിച്ചാക്കുക എന്നുള്ളത്. 9ാമത്തെയും 8ാമത്തെയും 2ാമത്തെയും വാല്യൂ നമ്മൾ ഒരേ കാറ്റഗറിയിൽ പെടുന്ന അവർ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവരെ വാല്യൂ എന്താണ്? ക്ലാസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 70 മുതൽ 80% വരെ വാല്യൂ ഉണ്ട്. നോക്കുക, ഇത് 3 എണ്ണം പ്ലസ് ചെയ്ത് നോക്കുക. 35.9 പ്ലസ് 18.7 പ്ലസ് 16.4 എല്ലാവരും പ്ലസ് ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് ഒരു 75-80 റേഞ്ചിൽ വരും. അതിന്റെ വാല്യൂ 80% ആണ്. അതിന്റെ എണ്ണം നോക്കിയാൽ നിങ്ങൾ എത്ര വരുന്നില്ല? ഓൺലി 15% മാത്രമേ അതിന്റെ എണ്ണം വരും. ഓൺലി എത്ര ശതമാനം വരുന്നുള്ളൂ? ഓൺലി 15%. So it is classified as class A goods or class A inventories. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കുക. അടുത്ത 3 എണ്ണം കപ്പിൾ ചെയ്യുക. ഇങ്ങനെയാണത്. ഇതാണ് ഞാൻ പറഞ്ഞ സയന്റിഫിക് മെത്തേഡാന്ന് പറഞ്ഞത്. ABC അനാലിസിസ്. നിങ്ങൾ അതിന്റെ മൂല്യം നോക്കുക. 6 + 5 + 4 ഞാൻ ഏകദേശം കൂട്ടിയാണ്. 6 5 14 15, 15 ഏകദേശം ഒരു 12.4% ഒക്കെ വരും. 12.4% മാത്രമേ വാല്യൂ ഉള്ളൂ. അതിന്റെ ക്യുമുലേറ്റീവ് എത്ര വരുന്നത്? 40 - 15, ഏകദേശം 40 - 15 അല്ലെങ്കിൽ 10 + 6 + 9 25 വരും. അതായത് ഒരു 15% വാല്യൂ, ഒരു 25% എന്താ പറയുക ക്വാണ്ടിറ്റി ഉള്ള ഒരു സാധനം. ഇതിനെ ക്ലാസ് ബിയിൽ നമ്മൾ കൊടുക്കുന്നു. എന്താ ക്ലാസ് ബിയിലെ ഡെഫിനിഷൻ എന്താണ്? ഏകദേശം ഒരു 30% യൂണിറ്റ്സ് വരണം, ഒരു 15% വാല്യൂ. അതേ രീതിയിൽ തന്നെ വരുന്നത്. ഏകദേശം 25% യൂണിറ്റ്സ് വരുന്നില്ലേ? 25% യൂണിറ്റ്സ് വരുന്നു ഏകദേശം.
ഒരു 12.4. ഈ ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് 3 പ്ലസ് ചെയ്യാം. ഇത് 3 പ്ലസ് ചെയ്യാം. ഇനി ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് പ്ലസ് ചെയ്യാം. ഇത് 3 പ്ലസ്. അപ്പൊ എത്ര വരുന്നത്? 6.3 പ്ലസ് 5.6 പ്ലസ് 4.6 പ്ലസ് ചെയ്യുന്നു. ഏകദേശം എഴുതിയാൽ 12.4. അതുപോലെ ഇത് 3 പ്ലസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്? ക്ലാസ് ബിയിൽ പെടുന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ പ്ലസ് ചെയ്യാം. 4.2 പ്ലസ് 3 2.8 എത്രയാണ് വരുന്നത്? അത് ഏകദേശം എത്ര വരും? 4 3 7 2 9 2 11 ഒരു 12.4 ഒരു 12 ഒക്കെ വരും. 12 വരും. ഏകദേശം 12 ആ റേഞ്ച്. ബാക്കിയുള്ളതൊക്കെ പ്ലസ് ചെയ്യാം. പിന്നെ അതിന്റെ ക്വാണ്ടിറ്റീസ് ഇത് 4 പ്ലസ് ചെയ്യാം. അതായത് വാല്യൂ കുറവും വാല്യൂ വളരെ കുറവും. ഒരു വളരെ പൈസ കുറഞ്ഞ സാധനമാണ്, പക്ഷെ ക്വാണ്ടിറ്റി വളരെ കൂടുതൽ. ഇത് പ്ലസ് ചെയ്താൽ വലിയ വില വരും. 18 പ്ലസ് 13 പ്ലസ് 12 പ്ലസ് 17 പറഞ്ഞാൽ ഏകദേശം എത്ര വരും? വലിയ രീതിയിലൊരു തുക വരും. അത് എത്രയാണെന്ന് നോക്കുക. അതിന് എളുപ്പം എന്ന് വെച്ചാൽ ഈ 100ന്ന് 58 കുറച്ചാലും മതി. ഈ 100ന്ന് 58 കുറച്ചാൽ എത്ര വരും? 42 വരും. 42% ഏകദേശം വാല്യൂലെസ് ആണ്. നമ്മുടെ കയ്യിൽ കാറ്റഗറി എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ഏകദേശം 50 to 60 ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടി നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ തരത്തിൽ ക്ലാസിഫൈ ആക്കി വേണ്ടി പറ്റണം. ക്ലാസ് എ, ക്ലാസ് ഇതൊരു സാമ്പിളിന് വേണ്ടി മാത്രം മാഷ് ഇൻക്ലൂഡ് ചെയ്തത്. ഇങ്ങനെ ഒരു 3 രീതി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് ക്ലാസ് ചെയ്യാന്ന് ചോദിക്കില്ല. എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇങ്ങനെയാണ് 3 രീതിയിൽ എ ഗുഡ്സ്, ബി ഗുഡ്സ്, സി ഗുഡ്സ് ക്ലാസ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. ഈ കാറ്റഗറി എ ഗുഡ്സിനെ സംബന്ധിച്ചിട്ട് അത് ഓർഡർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കും. അത് ആ കാറ്റഗറി എ ഗുഡ്സ് ഓർഡർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആ കമ്പനീനെ സംബന്ധിച്ച് ഏറ്റവും സീനിയർ ലെവൽ ഒഫീഷ്യൽസിനെ ഏൽപ്പിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏറ്റവും സീനിയർ ലെവൽ, ആ കമ്പനിയുടെ ഏറ്റവും സീനിയർ ലെവൽ മാനേജേഴ്സിനെ മാത്രമേ കാറ്റഗറി എ ഗുഡ്സ് ഓർഡർ ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ നോക്കും. കാരണം അതിന്റെ സ്ട്രിക്റ്റ് ഡിഗ്രി ഓഫ് കൺട്രോൾ വേണം. എണ്ണം കുറവാണെങ്കിലും അതിന്റെ മൂല്യം വളരെ കൂടുതലാണ്. അതിന്റെ വാല്യൂ ഈസ് വെരി ഹൈ. രണ്ടാമത്തത് ഏകദേശം അപ്രോക്സിമേറ്റ് ഫോർകാസ്റ്റ് മതി. ഏകദേശം ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര വേണം എന്നുള്ളത് ഏകദേശം മതി. പിന്നെ ഒരു മിഡിൽ ലെവലായ ഉദ്യോഗസ്ഥന് ആവശ്യമാണ്. അല്ലെങ്കിൽ മോഡറേറ്റ് ആയ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് തീരുമാനം. കാറ്റഗറി സി ഗുഡ്സിന് പ്രത്യേകിച്ച് കമ്പനിക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അത് എപ്പോൾ വേണമെങ്കിലും ചടപടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ജൂനിയർ ലെവലായ ഉദ്യോഗസ്ഥൻ മതി. അതുപോലെ ഡിഗ്രി ഓഫ് കൺട്രോൾ അങ്ങനെ വേണമെന്നില്ല. എണ്ണം കൂടുതലാണെങ്കിൽ ഇനി പൈസ കുറവാണ്. അതുകൊണ്ട് കമ്പനിക്ക് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ്. ഈ ABC അനാലിസിന്റെ ഗുണം എന്ന് വെച്ചാൽ it provides a mechanism for identifying items that will have a significant impact on overall inventory. ഏത് ഐറ്റത്തിനാണ് ഈ ഇൻവെന്ററി, നമ്മുടെ ഇൻവെന്ററി മെറ്റീരിയലിന്റെ കോസ്റ്റിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് ഭാഗമല്ല. മെറ്റീരിയൽ മാനേജ്മെന്റിൽ ഒരു നല്ലൊരു മെക്കാനിസം ആണ്. എന്തൊക്കെയാണ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഉണ്ടാകുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു സിഗ്നിഫിക്കന്റ് മെക്കാനിസം ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ എക്കണോമൈസിങ് ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡർ നല്ല റിസൾട്ട് ഒക്കെ കിട്ടാൻ വേണ്ടി സഹായിക്കും. ഗ്രേറ്റർ റിസൾട്ട് കമ്പനി. ഇറ്റ് ഹെൽപ്സ് ടു സെഗ്രിഗേറ്റിംഗ് ദോസ് ഐറ്റം വിച്ച് ought to be given priority to maximize. ഒരു പ്രയോറിറ്റി നമ്മൾ ഫിക്സ് ചെയ്യാറ്. ഈ ഐറ്റത്തിന് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഐറ്റംസിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രോപ്പർ യൂസ് ഓഫ് വാല്യുബിൾ ടൈം ഓഫ് സ്റ്റോർ പേഴ്സണൽ. അപ്പോൾ നമ്മുടെ സ്റ്റോർ പേഴ്സണിലൊക്കെ നമുക്ക് വളരെ പ്രോപ്പർ ആയിട്ട് അദ്ദേഹത്തിന്റെ ടൈം ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഉപയോഗിച്ചിട്ട് നമ്മൾ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്താൽ ഒരു സിമ്പിൾ ആണ്. ഒരു കൺഫ്യൂസിങ് ഫോർമുലാസ് ഒന്നും തന്നെ ഇല്ല. ഒരു 10ാം ക്ലാസ്സുകാരന് പോലും ഈ ABC അനാലിസിസ് കാര്യം ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ when നമ്പർ ഓഫ് ഐറ്റം റൺ ഇൻടു സെവറൽ, ഇപ്പോൾ നമ്പർ ഓഫ് ഐറ്റം വലിയ 10 എണ്ണം ഉള്ളത്. ഒരു 1000 ഐറ്റം വന്നാൽ എന്താവും, അല്ലെങ്കിൽ 7000 ഐറ്റം ഒക്കെ വന്നാൽ എന്താവും, വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഐറ്റം ഈ ഒരു ABC അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ക്യാരി ഔട്ട്. More chance of deterioration in storage exists since class C are purchased in bulk and inventory on this pile-up. ഈ ക്ലാസ് സിനെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ക്ലാസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടുസൂചിയാണ്. ഒട്ടുസൂചിനെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ അത് ഒരുപാട് കുമിഞ്ഞു കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വാല്യൂ കുറവാണെങ്കിലും അതിന്റെ എണ്ണം കൂടുതൽ ഒരുപാടെണ്ണം ഇങ്ങനെ വെറുതെ നമ്മൾ കമ്പനി പർച്ചേസ് ചെയ്തിടും. അതിന് സീനിയർ ലെവൽ മാനേജേഴ്സ് ഒന്നും അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. കൺട്രോൾ ഓഫ് സി മേ റിസൾട്ട് ഇൻ ഷോർട്ടേജ്. അപ്പോൾ വേറെ കാര്യമുണ്ട്. ഇനി ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ സീന ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ ഈ ഷോർട്ട് വരാനും ചാൻസ് ഉണ്ട്. ABC focus on money value and not the functional importance such as items resulting shortage of critical items. ഐറ്റംസിന്റെ സ്വഭാവം ഒന്നും ഇത് കണക്കാക്കണം. ഇത് ഐറ്റംസിന്റെ മണി വാല്യൂ മാത്രമാണ് ABC പ്രശ്നം. അതിന്റെ സ്വഭാവം എന്താണ്, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ABC അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ABC does not take into account variation of price of items as time goes. ABC പ്രൈസിന്റെ ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൈസ് എടുത്തു, തുടക്കത്തിലെ പ്രൈസാണ്. അതിന്റെ മാർക്കറ്റിലെ പ്രൈസ് വേരിയേഷൻ അങ്ങനത്തെ ഒന്നും തന്നെ ABC അനാലിസിസ് കൺസിഡർ ചെയ്യുന്നില്ല.
മാർക്കറ്റ് കണ്ടീഷൻസ്, മാർക്കറ്റ് അവൈലബിലിറ്റി, കോമ്പറ്റീഷൻ, സീസണൽ വേരിയേഷൻ, ഇങ്ങനത്തെ ഒന്നും തന്നെ ABC കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് അനാലിസിസ് ആണ് BED അനാലിസിസ് ആണ്. BED അനാലിസിസ് ആണ് ഐറ്റംസിനെ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് വൈറ്റൽ ഐറ്റം, 2 എസെൻഷ്യൽ ഐറ്റം, 3 ഡിസൈറബിൾ ഐറ്റം. അതാണ് ഒന്ന് വൈറ്റൽ, 2 എസെൻഷ്യൽ, 3 ഡിസൈറബിൾ. വൈറ്റൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്ന സാധനം വൈറ്റൽ. എസെൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ മീഡിയം അക്കൗണ്ട്സിൽ സ്റ്റോർ ചെയ്യുന്ന ഐറ്റംസ്. ഡിസൈറബിൾ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ ഐറ്റത്തിന്റെ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇത് ക്ലാസ് ചെയ്യുന്നത്. നേരത്തെ ABC എന്ന് പറഞ്ഞാൽ അതിന് പണമാണ് ABC. BED അതല്ല, ഫംഗ്ഷൻ ആണ്. വൈറ്റൽ ഫംഗ്ഷൻ ഉള്ളത്, എസെൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, ഡിസൈറബിൾ ആയ ആൾക്കാർ, ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോ വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഐറ്റംസ് വിത്തൗട്ട് വിച്ച് ട്രീറ്റ്മെന്റ് കംസ് ടു സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് നോൺ അവൈലബിലിറ്റി കാനോട്ട് ബി. ഈ ഇങ്ങനത്തെ ഒരു ഐറ്റത്തിന്റെ ഇപ്പൊ എന്താ പറയേണ്ടത്, ഇതില്ലാതെ ഇപ്പൊ സിമെന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കൂല. അപ്പൊ എപ്പോഴും സിമെന്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഐറ്റംസ് ഓഫ് വിച്ച് വി കനോട്ട് ടോളറേറ്റ്, അങ്ങനെയുള്ള സാധനം വൈറ്റൽ ഐറ്റം എന്ന് പറയും. ഇത് ഇഷ്ടം പോലെ നമ്മൾ സ്റ്റോർ ചെയ്യും. എസെൻഷ്യൽ ആയിട്ട് വെരി സ്ട്രിക്റ്റ് കൺട്രോൾ, പിന്നെ വളരെ സ്ട്രിക്റ്റ് കൺട്രോൾ ഇതിന് ആവശ്യമാണ്. എസെൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ നോൺ അവൈലബിലിറ്റി ക്യാൻ ബി ടോളറേറ്റ് ഫോർ ഇതില്ലെങ്കിൽ 2-3 ദിവസം ശ്രമിക്കാം. ഓക്കെ, ബിക്കോസ് ഓഫ് സിമിലർ അതേപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, സിമിലർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ 2-3 ദിവസം വരെയൊക്കെ നമുക്ക് ശ്രമിക്കാൻ വേണ്ടി പറ്റും. ഒരു മീഡിയം അക്കൗണ്ട്സിൽ നമ്മൾ ഇത് എപ്പോഴും എടുത്തു വെക്കും. ഇതിനും സ്ട്രിക്റ്റ് വാച്ച് ഇത് ആവശ്യമാണ്. ഇത് നേരത്തെ വൈറ്റലിന്റെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നിരുന്നാൽ കൂടി ഒരു പൊടി ബാക്കിലോട്ട്. ഓക്കെ, ഡിസൈറബിൾ ഐറ്റം എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഇവരില്ലെങ്കിലും കൺസ്ട്രക്ഷൻ നടത്താം എന്നുള്ളൊരവസ്ഥയിൽ ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഏകദേശം എമൗണ്ടിൽ മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യൂ ഡിസൈറബിൾ ഐറ്റംസ്. ദെൻ കൺട്രോൾ ഓഫ് EDS, ദീസ് ഐറ്റംസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്താ ഞാൻ പറഞ്ഞത്, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. വൈറ്റൽ ഇതൊക്കെയാ പറഞ്ഞത്, വൈറ്റൽ. അതുപോലെ ദീസ് ഐറ്റംസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിക്വയർ കൺട്രോൾ ബൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. കാറ്റഗറി ഐറ്റം 1 എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഐറ്റം. അപ്പോൾ വൈറ്റൽ ഐറ്റത്തിന് ഏറ്റവും സീനിയർ ലെവൽ ഉദ്യോഗസ്ഥനെ കൺട്രോൾ ചെയ്യണം. കാറ്റഗറി സെക്കൻഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓഫീസിന്റെ ചാർജ്, അതിന്റെ തൊട്ട് താഴെയില്ലേ സ്റ്റോറിന്റെ ചാർജിൽ ഉദ്യോഗസ്ഥൻ മതിയാവും. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ സ്റ്റോർ കീപ്പർ, സാധനം എടുത്തു കൊടുക്കുന്ന ആൾക്കാർ. ഇത് അഡ്മിനിസ്ട്രേറ്ററെ കൺട്രോൾ ആണ്. ഇത് ഓഫീസർ ഇൻചാർജ് ഓഫ് ദ സ്റ്റോർ. ഇത് സ്റ്റോർ കീപ്പർ, സാധനം എടുത്തു കൊടുക്കുന്ന. അതായത് അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ഫോർ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് സ്റ്റോർസ് ആൻഡ് സപ്ലയേഴ്സ് ഇൻവെന്ററി ബൈ ക്ലാസിഫൈയിങ് them into 3 categories. Determine the criticality of the item. It is useful for controlling and maintaining stock of various types. അതിന്റെ സ്റ്റോക്ക് ഒക്കെ കൺട്രോൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ BED അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുമെന്നാണ്. നിങ്ങളുടെ സിലബസിലുള്ള സാധനം എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ എന്ന് പറഞ്ഞാൽ. ഒരു കമ്പനിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കമ്പനിയിൽ ഒരു ഐറ്റം കഴിഞ്ഞാൽ എക്കണോമിക്കലായിട്ട് എത്ര മാത്രം ഓർഡർ ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം, എത്ര ചാക്ക് സിമെന്റ് ഓർഡർ ചെയ്യണം, ആ ഒരു ക്വാണ്ടിറ്റിനെ നമ്മൾ എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം എന്നുള്ള സംഭവം, അതാണ് EOQ എന്ന്. ഒപ്റ്റിമം ഓർഡർ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ മിനിമൈസ് ദ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. ഏറ്റവും പൈസ കുറഞ്ഞ രീതിയിൽ നമ്മളെല്ലാം എന്താ ചെയ്യുക, ഓഫർ വരുമ്പോൾ ഓർഡർ ചെയ്യും അല്ലെ, ആമസോണിൽ ഓഫർ. അതേപോലെ ഏത് ലെവലിലാണ് ഓർഡർ ചെയ്യുന്നത് ഇത് ശ്രദ്ധിക്കുക. ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ടൈം X ആക്സിസ് കൊടുത്തിട്ടുണ്ട്, ഓർഡർ ക്വാണ്ടിറ്റി Y ആക്സിസ് കൊടുത്തു. ഓർഡർ ക്വാണ്ടിറ്റി Y ആക്സിസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെന്ററി ഓർഡർ സൈക്കിൾ എന്നാണ്. ആദ്യ ഒരു കമ്പനിയിൽ നമ്മൾ കുറേ സാധനങ്ങൾ, കമ്പനി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിങ് തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. ഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഹൈ ആണ്. ഇവിടെ 100 സാധനങ്ങൾ ഉണ്ട്, 100 ചാക്ക് സിമെന്റ് ഉണ്ട്. 100 ചാക്ക് സിമെന്റ് തന്നെ വിചാരിച്ചോ. കൺസ്ട്രക്ഷൻ ടൈം കൂടുന്നതനുസരിച്ചിട്ട് ചാക്ക് സിമെന്റ് കുറഞ്ഞവരെ ഇവിടുന്ന് പിന്നെ 80 ചാക്കായി, 70 ചാക്കായി. ടൈം ഇങ്ങോട്ട് കൂടുന്നത് കുറഞ്ഞു ഇവിടെ ആകുമ്പോഴത്തേക്ക് 20 ചാക്കിലെത്തി. ഈ സമയത്ത് ഓർഡർ ചെയ്താൽ മാത്രമേ, ഈ ടൈമിൽ ഓർഡർ ചെയ്താൽ മാത്രമേ ഈ ദിവസം ആകുമ്പോഴത്തേക്ക് എത്തും. ഇത് ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എത്തുമ്പോഴത്തേക്ക് സിമെന്റ് 0 സിമെന്റ് ഇല്ല. ഇപ്പോഴെന്തായി, ഇതാ തന്നെ ഈ ദിവസം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ലീഡ് ടൈം എടുക്കും. ആമസോണിൽ ഓർഡർ ചെയ്താൽ തന്നെ ഒരു 3 ദിവസം ലീഡ് ടൈം എടുക്കുന്നില്ലേ. അപ്പൊ നമുക്ക് എന്തായി, ഇവിടെ ആകുമ്പോഴത്തേക്ക് വീണ്ടും 100 ചാക്ക് സിമെന്റ് വീണ്ടും 100ലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ലെവലില്ലേ, നമ്മൾ ഏത് ലെവലിലാണോ ഓർഡർ ചെയ്തത് ഈ ലെവലിൽ നമ്മൾ റീ ഓർഡർ ലെവൽ എന്ന് പറയും. റീ ഓർഡർ ലെവൽ, അടുത്ത ഓർഡർ എപ്പോഴാണ് കൊടുക്കേണ്ടത് അതിന് റീ ഓർഡർ ലെവൽ എന്നാണ് പറയുന്നത്.
യഥാർത്ഥത്തിൽ ഇത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ്. ഓർഡർ എപ്പോഴാണ് പ്ലേസ് ചെയ്യേണ്ടത്, അതിനെ റീ ഓർഡർ ലെവൽ എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ റീഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് റീഓർഡർ ലെവൽ. ഒരു കമ്പനിക്ക് ഒരു റീഓർഡർ ലെവൽ എല്ലാ മെറ്റീരിയലിനും ഫിക്സ് ചെയ്യണം. അതുപോലെ ഈ ഓർഡർ ക്വാണ്ടിറ്റി, ഇതിന്റെ ഒരു എക്കണോമിക് ക്വാണ്ടിറ്റിനാണ് EOQ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട്, എത്ര ഓർഡർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ മിനിമൈസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വാട്ട് ഈസ് EOQ എന്ന് 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുക. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? In a business is a preset level of stock or inventory at which the business places a new order with its supplier to obtain the delivery of raw materials, finished goods inventory. അപ്പോൾ പുതിയ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന ലെവലിന് എന്ത് പറഞ്ഞത്? റീ ഓർഡർ ലെവൽ എന്ന്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ മാഷ് പഠിപ്പിച്ചിരുന്നത്? യു ഹാവ് എനി ഡൗട്ട്? യു ഹാവ് എനി ഡൗട്ട്? വേഗം പറ. അറ്റൻഡൻസ് എടുക്കും.